സൺഡേ ശാലോമിലേക്ക് സ്വാഗതം. ഞാൻ ജോസ് ജോൺ മല്ലികശ്ശേരി. ദിവംഗതനായ ഫ്രാൻസിസ് പാപ്പായുടെ ഓർമ്മകൾക്ക് മുൻപിൽ ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് നമുക്ക് ഈ ദിവസത്തെ ന്യൂസ് അനാലിസിസ് സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ ചെയ്യുന്ന ഈ ന്യൂസ് അനാലിസിസുമായി ബന്ധപ്പെട്ട ഒരു താല്പര്യമാണ് അദ്ദേഹം തൻ്റെ അവസാനത്തെ ദിവസമായ ഈസ്റ്റർ ദിനത്തിൽ പങ്കുവച്ചത് എന്നത് നമുക്ക് പ്രത്യേകം ഓർക്കാം. ഗാസയിൽ ബന്ദികളാക്കപ്പെട്ട നിരപരാധികളും നിഷ്കളങ്കരുമായ മനുഷ്യർ മോചിതരാവട്ടെ എന്നും അതിൻ്റെ സ്വാഭാവിക പരിണിതിയായിട്ടുള്ള വെടിനിർത്തലിലേക്ക് അത് എത്തിച്ചേരട്ടെ എന്നും ഒരാഗ്രഹമാണ് അദ്ദേഹം തൻ്റെ അവസാന ദിവസമായിരുന്ന ഈസ്റ്റർ ദിനത്തിൽ പങ്കുവച്ചത്. JD വാൻസുമായി സംസാരിച്ചപ്പോഴും മിക്കവാറും അദ്ദേഹം പങ്കുവച്ചിട്ടുണ്ടാവുക ഈ ഒരു താല്പര്യമായിരിക്കാൻ സാധ്യതയുണ്ട്. കഴിഞ്ഞ ശനിയാഴ്ച ഇറാനും അമേരിക്കയും തമ്മിലുള്ള 2ാം റൗണ്ട് ടോക്ക് നടക്കുകയുണ്ടായി. 1ാം റൗണ്ട് മസ്കറ്റിൽ വെച്ചായിരുന്നുവെങ്കിൽ 2ാം റൗണ്ട് ടോക്ക് നടന്നത് റോമിൽ വെച്ച് തന്നെയാണ്. റോമിൽ വെച്ച് ആ ടോക്ക് സെലക്ട് ചെയ്യാനുണ്ടായ കാരണം അന്ന് JD വാൻസ് മാർപ്പാപ്പയെ കാണാൻ വേണ്ടി റോമിലെത്തുന്നുണ്ടായിരുന്നു. അപ്പോൾ JD വാൻസിൻ്റെ സാന്നിധ്യം കൂടി കണക്കിലെടുത്താണ് റോമിൽ വെച്ച് ഈ ചർച്ച നടത്തിയിട്ടുള്ളത്. ചർച്ചയുടെ ഡീറ്റെയിൽസിനെ കുറിച്ച് ആർക്കും യാതൊരു ധാരണയുമില്ല. രണ്ട് പക്ഷവും ഇറാനും അമേരിക്കയും രണ്ട് പക്ഷവും വലിയ സാറ്റിസ്ഫാക്ഷനാണ് ചർച്ചയെക്കുറിച്ച് പറയുന്നത്. അത് പൂർണ്ണതയിലേക്ക് എത്തും, മുന്നോട്ട് പോകും, ഇങ്ങനെയുള്ള പ്രതികരണങ്ങളാണ് രണ്ടുപേരുടെയും ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ളത്. പക്ഷെ രണ്ടുപേരും വീട്ടിലെത്തി കഴിയുമ്പോൾ രണ്ടുപേരുടെയും ഭാഷ്യങ്ങൾക്ക് വ്യത്യാസം വരുന്നുണ്ട്. ഇത് ചർച്ച കഴിഞ്ഞാൽ മുറ്റത്ത് വെച്ചിട്ടുള്ള സംസാരമാണ്. അതിന് ശേഷമുള്ള ഭാഷ്യങ്ങൾക്ക് വ്യത്യാസം വരുന്നുണ്ട്. ഇനി ഇതിൻ്റെ അടുത്ത റൗണ്ട് ഓഫ് ടോക്സ് നടക്കേണ്ടത് ശനിയാഴ്ച മസ്കറ്റിൽ വെച്ചിട്ടാണ് അടുത്ത റൗണ്ട് ഓഫ് ടോക്ക് നടക്കേണ്ടത്, 3ാം റൗണ്ട് നടക്കേണ്ടത്. അതിൻ്റെ പ്രിലിമിനറി ടോക്സ് നാളെ ബുധനാഴ്ച മസ്കറ്റിൽ ആരംഭിക്കും. ടെക്നിക്കൽ ടീംസ് നാളെ രണ്ട് രാജ്യങ്ങളുടെയും ടെക്നിക്കൽ ടീംസ് തമ്മിൽ മീറ്റ് ചെയ്യുകയും അതിൻ്റെ ഡീറ്റെയിൽസ് വർക്കൗട്ട് ചെയ്യുകയും ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. അടുത്ത ശനിയാഴ്ച നടക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. പക്ഷേ മാർപ്പാപ്പയുടെ ശവസംസ്കാരവുമായി ബന്ധപ്പെട്ട് ഒരുപക്ഷെ അത് മാറ്റിവെക്കപ്പെടാൻ സാധ്യതയുണ്ട്. പാപ്പായുടെ മൃതസംസ്കാരം സാധാരണ രീതിയിൽ മരണം നടന്നതിന് ശേഷം 4 മുതൽ 6 വരെയുള്ള ദിവസങ്ങൾക്കിടയിലാണ് അത് സംഭവിക്കാറ്. അപ്പോൾ ചിലപ്പം ശനിയാഴ്ച ശവസംസ്കാരം നടക്കാൻ സാധ്യതയുണ്ട്. അങ്ങനെയാണെങ്കിൽ അന്ന് ടോക്ക് നടക്കാനുള്ള സാധ്യത കുറവാണ്. എന്തായാലും ശനിയാഴ്ച ടോക്ക് നടക്കണം എന്ന് തീരുമാനിച്ച് ഇൻ കേസിൽ മാറ്റിവെക്കേണ്ടി വന്നാൽ ഏറ്റവും അടുത്ത ദിവസങ്ങളിലേക്ക് അത് മാറ്റിവെക്കുകയാണ് സാധ്യതയുള്ളത്. അപ്പോൾ ഈ ടോക്ക് ഇത്ര വേഗം പുരോഗമിക്കുന്നതിന് ചില കാരണങ്ങളുണ്ട്. അതിൽ പിന്നെ ഈ ഇറാൻ്റെ ഭാഗത്തു നിന്നുള്ള ഒരു നീക്കം നമുക്ക് കേട്ടറിയാം. കഴിഞ്ഞ തവണ ടോക്ക് കഴിഞ്ഞ ഉടനെ ഇറാനിയൻ ഫോറിൻ മിനിസ്റ്റർ ഗ്രാച്ചി ഓടിയത് റഷ്യയിലേക്കാണ്. ഇത്തവണ അദ്ദേഹം ഓടിയത് ചൈനയിലേക്കാണ്. അപ്പോൾ അദ്ദേഹം പിന്നെ ഇറാൻ ഈ അവരുടെ ഒരു പവർ റഷ്യയുമായും ചൈനയുമായും ഒക്കെ കൈകോർത്തുകൊണ്ടാണ് ഈ ടോക്കിനെ നേരിടുന്നത് എന്നുള്ള ഒരു ഇമേജ് സൃഷ്ടിക്കാനാണ് അവർ ശ്രമിക്കുന്നത്. ചൈനയും റഷ്യയും ഒക്കെ ഞങ്ങളുടെ പിന്നിൽ അടിയുറച്ച് നിൽക്കുന്നുണ്ട്, അവരോടൊക്കെ ചോദിച്ചിട്ട് അവരുടെ എല്ലാവരുടെയും അനുവാദം വാങ്ങിയിട്ടുള്ള സംസാരങ്ങൾ മാത്രമേ ഞങ്ങൾ നടത്തുകയുള്ളൂ എന്ന് അമേരിക്കൻ ഭാഗത്തെയും ലോകത്തെയും ബോധ്യപ്പെടുത്താനുള്ള ഒരു ശ്രമമാണ് ഇറാൻ നടത്തുന്നത്. അതിനിടയിലുള്ള റഷ്യയുമായി 20 വർഷത്തെ ഒരു കരാർ അവർ ഒപ്പിട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കരാർ നീക്കപ്പെട്ടത് പ്രതിരോധ കരാറാണെന്ന് ചോദിക്കും. പ്രതിരോധ കരാറൊന്നുമല്ല, രണ്ട് രാജ്യങ്ങളും തമ്മിലെ ശാസ്ത്ര സാങ്കേതിക മേഖലകളിൽ പിന്നെ സഹകരിക്കുന്നതിനെ സംബന്ധിച്ചുള്ള ഒരു കരാറാണത്. ഇനി ചൈനയിൽ പോയാലും ഇവർ ഇത്തരം കാര്യങ്ങളൊക്കെയാണ് സംസാരിക്കാൻ പോകുന്നത്. എന്തായാലും അവർ ആ ഒരു കളി അത് നമുക്ക് മനസ്സിലാവും. അവരൊരു ക്ലൗട്ട് ഉണ്ടാക്കാൻ ശ്രമിക്കുകയാണ്. എല്ലാവരും ഞങ്ങളുടെ പുറകിലുണ്ട് എന്നൊരു ക്ലൗട്ട് സൃഷ്ടിക്കാൻ ശ്രമിക്കുകയാണ്. അതിൻ്റെ തന്നെ അർത്ഥം അവരുടെ കയ്യിൽ ഒന്നുമില്ല എന്നുള്ളതാണ്. ഇപ്പോൾ ആ ക്ലൗട്ട് അങ്ങനെ അവരുടെ കയ്യിൽ ഇഷ്ടം പോലെ ഇവർ പറയുന്നത് പോലെ അതിനിടയിലൂടെ വളരെ സീക്രട്ടായിട്ടൊരു ആയുധം ഞങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്, പ്ലാസ്മ വെപ്പൺ ഞങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് എന്നൊക്കെ ഉള്ള അവകാശവാദങ്ങൾ ഈ 2ാം പ്രാവശ്യ ചർച്ചയ്ക്ക് ശേഷം ഇറാനിലെ ചില തലമുതിർന്ന സൈനിക നേതാക്കന്മാർ പുറത്തുവിടുകയുണ്ടായി. പ്ലാസ്മ ഗ്രേഡ് വെപ്പൺസ് എന്ന് പറഞ്ഞാൽ ന്യൂക്ലിയർ വെപ്പൺസ് തന്നെയാണ്. അത് പിന്നെ ഹയർ ടെമ്പറേച്ചറിൽ, അതായത് പ്ലാസ്മ സ്റ്റേറ്റിൽ എത്തുന്ന ഒരു സാഹചര്യമുള്ള അറ്റ്മോസ്ഫിയർ ക്രിയേറ്റ് ചെയ്ത് വർക്ക് ചെയ്യുന്ന വെപ്പൺസാണ്. വളരെയധികം വലിയ ടെക്നോളജി വേണ്ട സാധനമാണ്. അമേരിക്കയും ഏറ്റവും കൂടുതൽ ടെക്നോളജിക്കലി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള രാജ്യങ്ങൾ മാത്രം ഗവേഷണം നടത്തിയതായി അറിയപ്പെടുന്ന ആയുധ ശൃംഖലയിൽപ്പെടുന്നതാണ്. അപ്പോൾ അത്ര ആയുധങ്ങളൊക്കെ ഞങ്ങളുടെ ഉണ്ട് എന്നിവർ ഇടയ്ക്കിടയ്ക്ക് പ്രഖ്യാപിക്കും. അപ്പോൾ ഈ നമ്മുടെ ഈ വണ്ടി പറയുന്ന നമ്മളെ എയർ പിടിക്കുന്ന ഇവരിങ്ങനെ എയർ പിടിച്ച് കാണിക്കുകയാണെന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. അപ്പോൾ അതിൻ്റെ അർത്ഥം ഈ ചർച്ചയുടെ പുരോഗതിയിൽ അവർ സാറ്റിസ്ഫൈഡ് അല്ല എന്ന് തന്നെയാണ്. അമേരിക്കയെ സംബന്ധിച്ച് അമേരിക്ക പറയുന്നത് പിന്നെ അമേരിക്കൻ പ്രസിഡന്റ് പറഞ്ഞത് നന്നായി പുരോഗമിക്കുന്നു എന്ന് മാത്രമാണ്. അപ്പോൾ അദ്ദേഹം ഇതിനെക്കുറിച്ച് ഒരു ഡീറ്റെയിൽസും പറയാൻ അമേരിക്കൻ സൈഡ് തയ്യാറല്ല. അവർ സാറ്റിസ്ഫാക്ടറി, ഹോപ്പ്ഫുൾ
ഇങ്ങനെയുള്ള വാക്കുകൾ ഉപയോഗിക്കുന്നു എന്നല്ലാതെ അതിൻ്റെ മൈന്യൂട്ട് ഡീറ്റെയിൽസിലേക്ക് ഒന്നും പോകുന്നില്ല. ആദ്യത്തെ ദിവസം മാത്രം വിക്കോഫ് ആദ്യത്തെ ചർച്ച കഴിഞ്ഞ് മൂന്നാമത്തെ ദിവസം അദ്ദേഹം ചില കാര്യങ്ങൾ പറഞ്ഞിരുന്നു. ഇസ്രായേൽ അത് സ്ട്രോങ് ആയിട്ട് ഒപ്പോസ് ചെയ്തു. അദ്ദേഹം പറഞ്ഞതിൽ ന്യൂക്ലിയർ വെപ്പൺസിൻ്റെ കാര്യത്തിലുള്ള നിയന്ത്രണം ഉണ്ടായാൽ മതി എന്ന തരത്തിലുള്ള ഒരു ഡയലോഗ് അതിൽ നിന്ന് വന്നു. ഇസ്രായേൽ പറഞ്ഞു നടക്കില്ല, ഞങ്ങൾ കയറി ആക്രമിക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ സ്വാഭാവികമായിട്ടും അദ്ദേഹം ആദ്യത്തെ ടോട്ടൽ ഡിസാർമമെന്റ് എന്നുള്ള ഒരു ഇതിലേക്ക് അദ്ദേഹം എത്തിയിട്ടുണ്ട്. അപ്പോൾ ആ രീതിയിലാണ് ചർച്ചകൾ മുന്നോട്ട് പോകുന്നത്. രണ്ട് കൂട്ടരും പരസ്പരം അശേഷം വിശ്വസിക്കുന്നില്ല എന്നുള്ളതാണ് ഇതിനകത്തെ ഒന്നാമത്തെ വിഷയം. അതുകൊണ്ടാണ് ഇവർ ഇത്രയധികം ആഹ്ലാദം ഇത് കഴിയുമ്പോൾ പ്രകടിപ്പിക്കുന്നത്. നമ്മളുടെ രാഷ്ട്രീയക്കാരൊക്കെ ചെയ്യുന്നത് പോലെ തന്നെ ചർച്ച ഭയങ്കര സക്സസ്ഫുൾ ആയിരുന്നു എന്ന എന്താ ചർച്ചയിൽ സംഭവിച്ചെന്ന് പറയുന്നില്ല. അപ്പം രണ്ട് കൂട്ടരും അങ്ങേയറ്റം അവിശ്വസിക്കുന്നു. കാരണം ഇറാനെ സംബന്ധിച്ച് ട്രംപ് യൂണിലാറ്ററലായിട്ട് 2018 JCPOA എന്ന് പറയുന്ന 6 രാജ്യങ്ങളുമായി ഇറാനും 6 രാജ്യങ്ങളുമായി ഉണ്ടാക്കിയ ഒരു കരാറിൽ നിന്ന് യൂണിലാറ്ററലായിട്ട് ട്രംപ് പുറത്തു പോയ ആളാണ്. അപ്പോൾ സ്വാഭാവികമായും ആ ഒരു അവിശ്വാസം ട്രംപിനെ കുറിച്ചുണ്ട്. കൂടാതെ 2020 ഇറാന്റെ ടോപ്പ് ജനറലായിട്ടുള്ള ഖാസിം സുലൈമാനിയെ കൊന്നതും അമേരിക്ക തന്നെയാണ്. അപ്പോൾ അവരെ സംബന്ധിച്ച് ഈ അടുത്ത കാലത്ത് ഇസ്രായേൽ കൊന്ന എല്ലാവരെയും കൂടി ചേർത്താൽ ഉള്ളതിനേക്കാൾ കൂടുതൽ പ്രിയപ്പെട്ട ആളായിരുന്നു ഈ ഖാസിം സുലൈമാനി എന്ന് പറയുന്നത്. ഇറാനെ ആയുധവൽക്കരിക്കുന്നതിൽ ഏറ്റവും അധികം മുൻകൈ എടുത്ത് നിന്നിരുന്ന, ഇറാന്റെ പ്രതിരോധത്തിലെ എക്കാലത്തെയും തലയെടുപ്പുള്ള പട്ടാള ജനറലായിരുന്ന ടോപ്പ് ജനറൽ ഖാസിം സുലൈമാനിയെ കൊന്നുകളഞ്ഞത് അമേരിക്കയാണ് 2020. അപ്പോൾ അതിൻ്റെയൊക്കെ വലിയ വിരോധവും അവിശ്വാസവും ഖമേനെയി എന്ന് പറഞ്ഞാൽ ഇറാൻ റെപ്രസെന്റ് ഖമനെയാണ്, ഖമനെയ്ക്ക് അമേരിക്കയോടുണ്ട്. അപ്പം ആ വലിയൊരു അവിശ്വാസം അവിടെ വയ്ക്കുന്നു. അമേരിക്ക തന്നെ JCPOAയിൽ നിന്ന് 2018 പുറത്തു പോകാനുണ്ടായ കാരണം ഇറാനോടുള്ള അവിശ്വാസമാണ്. ഇവർ കരാർ എഴുതിയൊരു മൂലയ്ക്ക് വയ്ക്കും, അവരുടെ പണിയായിട്ട് അവർ മുന്നോട്ട് പോകും എന്നുള്ളതാണ് അമേരിക്ക അന്നും ഇന്നും പറയുന്ന കാരണങ്ങൾ. അപ്പം അതുകൊണ്ട് ഈ രണ്ട് കൂട്ടരും പരസ്പരം വിശ്വസിച്ചുകൊണ്ടല്ല ഈ കാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നത് മനസ്സിലാക്കണം. പക്ഷെ അമേരിക്കയിൽ 2 സ്കൂൾ ഓഫ് തോട്ട് ഉണ്ട്, രണ്ട് തരത്തിലുള്ള ചിന്താഗതികളുണ്ട് ഈ ട്രംപിന്റെ അഡ്മിനിസ്ട്രേഷനിൽ. അതിൽ ഒരു സ്കൂൾ ഓഫ് തോട്ട് നയിക്കുന്നത് JD വാൻസും വിറ്റ്കോഫും ഡിഫൻസ് സെക്രട്ടറി പെറ്റെ ഹെഗത്തും ആണ്. പെറ്റെ ഹെക്സെത്ത് അദ്ദേഹമാണ് ഡിഫൻസ് സെക്രട്ടറി. JD വാൻസ് വൈസ് പ്രസിഡന്റ് ആണെന്ന് നമുക്കറിയാം. വിറ്റ്കോഫ് സ്പെഷ്യൽ എമിസറിയാണ്. ഇവരെ 3 പേരും നെഗോസിയേഷൻസിലൂടെ ഈ പ്രശ്നം പരിഹരിക്കണമെന്ന ശക്തമായ അഭിപ്രായമുള്ള ആളുകളാണ്. നേരെ മറിച്ച് സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് മാർക്കോ റൂബിയോ, നാഷണൽ സെക്യൂരിറ്റി അഡ്വൈസർ മൈക്ക് വാട്സ് ഇത് രണ്ടുപേരും വളരെ ഇമ്പോർട്ടൻറ്റ് പൊസിഷനിൽ ഇരിക്കുന്ന ആളാണ്. ഒന്ന് സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് ആണ്, എന്ന് പറഞ്ഞാൽ നമ്മുടെ വിദേശകാര്യമന്ത്രി എന്ന് പറയുന്ന പൊസിഷനിൽ ഇരിക്കുന്ന ആളാണ്. രണ്ടാമത്തെ ആൾ നാഷണൽ സെക്യൂരിറ്റി അഡ്വൈസറാണ്. അപ്പം അത്രയും പ്രധാനപ്പെട്ട പോസ്റ്റുകളിൽ ഇരിക്കുന്ന 2 പേര് മിലിറ്ററി സ്ട്രൈക്സ് ആണ് ഏറ്റവും ഓപ്റ്റിമം ആയിട്ടുള്ളത് എന്ന് വിശ്വസിക്കുന്നവരാണ്. എന്ന് മാത്രമല്ല, ഇപ്പോഴൊരു മിലിറ്ററി സ്ട്രൈക്കിന് പറ്റിയ സമയമാണ് എന്നും അവർ വിശ്വസിക്കുന്നു. അതിൻ്റെ ഒന്നാമത്തെ കാരണം ഇസ്രയേല് ഹിസ്ബുള്ളയെയും ഹമാസിനെയും അതുപോലെയുള്ള ഇറാന്റെ എല്ലാ കൈകളെയും തല്ലി ഒടിച്ച് തകർത്ത് കളഞ്ഞിട്ടുണ്ട്. അപ്പം ഇറാനെ സംബന്ധിച്ച് മിലിറ്ററി പരമായി ഏറ്റവും വീക്കാണ്. 2, ഇസ്രായേൽ കഴിഞ്ഞ തവണ നടത്തിയ എയർ സ്ട്രൈക്കിൽ അവരുടെ മിസൈൽ കപ്പാസിറ്റി ഏതാണ്ട് പരിപൂർണമായും തകർന്ന അവസ്ഥയിലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവരുടെ ഡിഫൻസും ഒഫൻസും അങ്ങേയറ്റം വീക്കായിട്ടുള്ള സമയമാണ്. 3, ഇക്കണോമിക്കൽ സാങ്ഷൻസ് കൊണ്ട് ദാരിദ്ര്യം പിടിച്ച് വെള്ളം കുടിക്കാൻ നിവൃത്തിയില്ലാത്ത അവസ്ഥയിൽ നിൽക്കുകയാണ്. അതുകൊണ്ട് ഒരു യുദ്ധം എക്കണോമിക്കലി അശേഷം അവർക്ക് താങ്ങാനാവില്ല. 4, റഷ്യ ഒരു വലിയ യുദ്ധവുമായി ഉക്രൈനിൽ കിടന്ന് ശ്വാസം മുട്ടുകയാണ്. അതുകൊണ്ട് സ്വാഭാവികമായിട്ടും ഇങ്ങനെയൊരു യുദ്ധം വന്നാണെന്ന് എത്തി നോക്കാൻ പോലും റഷ്യ മെനക്കെടുകയില്ല. ചൈനയെ സംബന്ധിച്ച് ശ്രദ്ധിക്കേണ്ട കാര്യമില്ല, ആരുടെ യുദ്ധത്തിലും പോയിട്ട് തലവെക്കുന്ന ആളല്ല ചൈന. അപ്പോൾ ഏത് സാഹചര്യത്തിലും ചൈന വിൽ ബി ഒരു യുദ്ധത്തിനകത്തും ചൈന വന്നു പെടില്ല. അവരങ്ങനെ താല്പര്യമുള്ള ആളുകളല്ല. അടികൂടെ വല്ലതും ചെയ്തു കൊടുക്കുന്നല്ലാതെ നേരിട്ടൊരു യുദ്ധത്തിൽ വന്ന് ഇടപെടാൻ ഒരു കാരണവശാലും ചൈന നിൽക്കില്ല, റഷ്യയും നിൽക്കില്ല. അങ്ങനെ റഷ്യക്ക് ഇപ്പോഴത്തെ ഭരണാധികാരി പുടിനായതുകൊണ്ട് എന്തെങ്കിലും ഭ്രാന്ത് തോന്നാൻ ഒരു സാഹചര്യമുണ്ടെങ്കിൽ അത് ഒട്ടുമില്ലാത്ത അവസ്ഥയാണിത്. അപ്പം അതുകൊണ്ട് തന്നെ ഇറാനെ ആക്രമിക്കാൻ പറ്റിയ ഏറ്റവും ആപ്റ്റ് ടൈം ഇതാണ് എന്നവർ പറയുന്നു. ഇത് രണ്ടും വെച്ചുകൊണ്ട് വേണം 2 മാസത്തെ സമയ കാലപരിധിയെക്കുറിച്ച് നമ്മൾ നിശ്ചയിക്കാം. ഈ ചർച്ച തുടങ്ങിയ സമയത്ത് പറഞ്ഞത് ഇത് അവസാനിപ്പിക്കാനുള്ള കാലപരിധി എന്ന് പറയുന്നത് 2 മാസമാണ് എന്നാണ്. ഈ കാലപരിധി 2 മാസമാണ് എന്ന് ഇദ്ദേഹം ഇറാനോടാണ് പറഞ്ഞിട്ടുള്ളതെങ്കിലും വാസ്തവത്തിൽ അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് വിറ്റ്കോഫിനോടും വാൻസിനോടും ഡിഫൻസ് സെക്രട്ടറി പെറ്റെ ഹെക്സത്തിനോടുമാണ്, ആ ടീമിനോടാണ്. ആ സ്കൂൾ ഓഫ് തോട്ടിലുള്ളവരോട് പറഞ്ഞതാണ് 2 മാസം സമയം നിങ്ങൾക്ക് തരാം, നിങ്ങൾ നെഗോഷിയേറ്റ് ചെയ്ത് ഈ പ്രശ്നം നിങ്ങൾക്ക് പരിഹരിക്കാനാകുമെങ്കിൽ നിങ്ങളത് ചെയ്തോളൂ, ഇല്ലെങ്കിൽ 2 മാസത്തിന് ശേഷം മിലിറ്ററി ഓപ്ഷനാണ് ഉള്ളത് എന്നാണ് അദ്ദേഹം പറയാതെ പറഞ്ഞു വെച്ചിട്ടുള്ളത്. ഓർക്കണം, ഈ ചർച്ചയിലേക്ക് പ്രവേശിക്കുന്നതിന് മുൻപ് അമേരിക്ക അതിൻ്റെ വാർ പ്രിപ്പയർഡ്നെസ് അതിൻ്റെ മാക്സിമത്തിൽ ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ തവണ 1ാം തവണ ചർച്ച നടത്തിയതിനു ശേഷവും അമേരിക്കയുടെ 2 എയർക്രാഫ്റ്റ് കാരിയേഴ്സ്
ഗൾഫ് റീജിയനിലേക്ക് നീങ്ങിയിട്ടുണ്ട്. B2 ബോംബേഴ്സ് അടക്കമുള്ള സാധനങ്ങൾ ഡീഗോ ഗാർസിയ ദ്വീപിലെ റെഡിയാണ് എന്ന് പറഞ്ഞാൽ അവരുടെ വാർ പ്രിപ്പയർഡ്നെസ്സും 100% റെഡിയാണ്. അതിനുശേഷമാണ് ചർച്ച സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ 2 മാസത്തെ സമയപരിധി എന്ന് പറഞ്ഞാൽ 2 മാസത്തെ സമയപരിധി കർക്കശമായിട്ട് അവിടെ ഉണ്ട്. വെറുതെ അല്ല ഇറാന്റെ വിദേശകാര്യമന്ത്രി റഷ്യയിലേക്കും രാവിലെയും വൈകിട്ടും ചവിട്ടുനാടകം വെച്ച് ഓടി കളിക്കുന്നത്. കാരണം അവർക്കറിയാം 2 മാസം കൊണ്ട് ഈ സംഗതി തീരുമാനമാക്കിയില്ലെങ്കിൽ എവിടെ എന്നാൽ ഖമനേയ്ക്ക് അത് അറിയാൻ പാടില്ല. അപ്പോൾ ഈ മുതുക്കനെ എങ്ങനെയും പറഞ്ഞ് വിശ്വസിപ്പിച്ച് ഇതൊരു പാക്റ്റിൽ എത്തിച്ചില്ലെങ്കിൽ 2 മാസം കഴിയുമ്പോൾ തലയിൽ തീ വീഴും എന്നുള്ള കാര്യം ഈ ഇറാന്റെ വിദേശകാര്യമന്ത്രിക്ക് നല്ല നിശ്ചയമുള്ളത് കൊണ്ടാണ് അദ്ദേഹം ഇങ്ങനെ എരിപൊരി കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്ന് ഓടിക്കളിക്കുന്നത്. അപ്പോൾ ഇന്നലെയും ഇറാന്റെ പ്രധാനമന്ത്രി പെഷേസ്കിയാൻ പറഞ്ഞിട്ടുണ്ട് ചർച്ച ശരിയായ ഡയറക്ഷനിലാണ് നീങ്ങുന്നത്, രാജ്യത്തിന് ഗുണകരമായ ഇറാന് ഗുണകരമായ എന്ത് തരത്തിലുള്ള എഗ്രിമെന്റുകളിലും എത്തിച്ചേരാൻ ഇറാൻ തയ്യാറാണെന്ന് ഇന്നലെയും പെഷേസ്കിയാൻ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അപ്പോൾ ഇറാന്റെ ഭാഗത്ത് എന്താണ് സംഭവിക്കുന്നത് എന്ന് നമുക്ക് ഏകദേശം മനസ്സിലാക്കാം. അതിനിടയിലൂടെ കഴിഞ്ഞ വ്യാഴാഴ്ച ന്യൂക്ലിയർ UN-ന്റെ ന്യൂക്ലിയർ വാച്ച് ഡോഗിന്റെ ടോപ്പിലിരിക്കുന്ന റാഫേൽ ഗ്രോസി എന്ന് പറയുന്ന ആള് ഇറാൻ ഒരു ന്യൂക്ലിയർ ബോംബിന്റെ വളരെ അടുത്താണ് നിൽക്കുന്നതെന്നും അവർക്ക് ഏത് നിമിഷവും ഒരു ബോംബ് സെറ്റ് ചെയ്യാൻ സാധിക്കുമെന്നും വളരെ എക്സ്പ്ലോസീവ് ആയിട്ടൊരു പ്രസ്താവന നടത്തുകയുണ്ടായി. ആ പ്രസ്താവന കേട്ട പിറ്റേ ദിവസം തന്നെ ഇസ്രായേൽ ഇവരെ ആക്രമിക്കാനുള്ള ഒരു വാർ പ്രിപ്പയർഡ്നെസ് നടത്തി എന്നാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. അപ്പോൾ ആ വാർ പ്രിപ്പയർഡ്നെസ്സിന്റെ ഡീറ്റെയിൽസ് ഇസ്രായേൽ അമേരിക്കയുടെ മുൻപിൽ വെക്കുകയും അമേരിക്കൻ സഹായം തങ്ങൾക്ക് ആവശ്യമുണ്ട് എന്ന് പറയുകയും ചെയ്തു. അപ്പോൾ അവർ പറഞ്ഞിട്ടുള്ള വാർ പ്രിപ്പയർഡ്നെസ് ഇതാണ്: ആകാശത്തുകൂടിയുള്ള ആക്രമണവും പ്ലസ് കമാൻഡോ ഓപ്പറേഷൻസുമാണ് ഇസ്രായേൽ പ്രപ്പോസ് ചെയ്തിട്ടുള്ള അറ്റാക്കിന്റെ രീതി എന്നാണ് മനസ്സിലാകുന്നത്. അപ്പോൾ ട്രംപ് ഈ പറയുന്ന 2 മാസത്തെ കാലാവധി അവരുടെ മുമ്പിൽ കർക്കശമായി വെച്ചു എന്നാണ് ഇത് റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ദ ട്രിബ്യൂൺ എന്ന് പറയുന്ന ന്യൂസ് പേപ്പർ പറഞ്ഞിട്ടുള്ളത്. ഈ 2 മാസത്തെ സമയപരിധിക്കുള്ളിൽ ഈ കാര്യം പരിഹരിക്കാനായില്ലെങ്കിൽ പിന്നീട് നിശ്ചയമായും വെരി നെക്സ്റ്റ് ഡേ മിലിറ്ററി ഓപ്ഷനിലേക്ക് കടക്കാം എന്നുള്ള ഒരു ധാരണയാണ് നെതന്യാഹുവും ട്രംപും പോയി നിൽക്കുന്നത് എന്നാണ് മനസ്സിലാവുന്നത്. കാരണം അമേരിക്കയിലെ ഈ വളരെ ഡിഫറൻ്റ് ആയിട്ടുള്ള 2 സ്കൂൾ ഓഫ് തോട്ട്സ്, അപ്പോൾ 2 തോട്ട്സും അക്കോമഡേറ്റ് ചെയ്തു എന്ന് ഒരു ഭരണാധികാരി എന്ന നിലയിൽ ഉറപ്പിക്കേണ്ടത് ട്രംപിന്റെ ബാധ്യതയാണ്. രാജ്യത്തെ വെറുതെ ഒരു യുദ്ധത്തിലേക്ക് വലിച്ചിഴച്ചു എന്നുള്ള ഒരു പേരുദോഷം അദ്ദേഹം അമേരിക്കയിൽ കേൾക്കാൻ ഉദ്ദേശിക്കുന്നില്ല എന്നുള്ളതാണ്. പക്ഷെ നമ്മൾ ഈ ഇറാന്റെ ഭാഗത്തുള്ള പ്രതികരണങ്ങൾ കേൾക്കുമ്പോൾ ഇറാന്റെ പ്രധാനമന്ത്രിയുടെ ശബ്ദം വളരെ വീക്കാണ്. അപ്പോൾ അദ്ദേഹത്തിന് അവിടെ സ്വാധീനമില്ല എന്നുള്ളത് വളരെ ഉറപ്പാണ്. ഈ ഖമനേയി എന്ന് പറയുന്ന ഈ വിവരം കെട്ട മനുഷ്യനെ ഇത് പറഞ്ഞ് ബോധ്യപ്പെടുത്താനും ഇതൊരു ന്യൂക്ലിയർ പാക്റ്റിലേക്ക് എത്താനും സാധിച്ചില്ലെങ്കിൽ നിശ്ചയമായും ഇതൊരു യുദ്ധത്തിലേക്ക് നീണ്ടുപോകും, അല്ലെങ്കിൽ യുദ്ധത്തിലേക്ക് എത്തിച്ചേരും എന്നുള്ളത് ഉറപ്പാണ്. അങ്ങനെ ഒരു സംഗതിയിലേക്ക് ഇത് എത്താതെ ഈ പ്രശ്നം സമാധാനപരമായി പരിഹരിക്കപ്പെടട്ടെ എന്ന് ആശിച്ചുകൊണ്ട് നിർത്തുന്നു.